ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കോളിഫ്ലവർ വെച്ചിട്ടുള്ള ഒരു മസാലയാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തിക്കൊക്കെ കഴിക്കാനുള്ളൊരു റെസിപ്പിയാണ്. റൈസിൻ്റെ കൂടെയും സൈഡ് ഡിഷായിട്ട് കഴിക്കാം. അപ്പോൾ നമുക്കിങ്ങനെ ഗോബി മസാല ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് 1.5 സവാള ചെറുതായിട്ട് മുറിച്ചിട്ടുള്ളതാണ്. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്, എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കാം. ഇതൊക്കെ ഞാൻ മുറിച്ചിട്ടുള്ളത് എങ്ങനെയെന്ന് വെച്ചിട്ടാണെങ്കിൽ ഇതുപോലത്തെ ഒരു ചോപ്പർ ഉണ്ട്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാട്ടോ. ജസ്റ്റ് 2 കഷ്ണങ്ങളാക്കി അതിലിട്ടിട്ട് ഇതുപോലെ വലിച്ചു കൊടുത്താൽ മതി. ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതില്ലാന്നൊക്കെ ഉണ്ടെങ്കിൽ കത്തി ഉപയോഗിച്ചിട്ടും ചെറുതായിട്ട് മുറിച്ചെടുക്കാം കേട്ടോ. ഞാൻ ഇതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ട് നിങ്ങളോടും പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പം ഇത് കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ തക്കാളി നിങ്ങൾക്ക് സാലഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ ചോപ്പർ. അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഇത് മേടിക്കുക. ആമസോണിൽ നിന്നാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതേ തക്കാളിയും പച്ചമുളകും ഒക്കെ ഇതുപോലെ അങ്ങ് മുറിച്ച് എടുക്കാറാണ്. ഇതുപോലെ അങ്ങ് ഇട്ടിട്ട് 2-3 പ്രാവശ്യം വലിച്ചാൽ മതി. നിങ്ങൾക്ക് എത്ര നന്നായി ചെറുതാവണം അത്ര അങ്ങ് വലിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പം എല്ലതും തക്കാളിയും പച്ചമുളകും ഒക്കെ ഇതുപോലെ തന്നെയാണ് കേട്ടോ നുറുക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേ ഒക്കെ നുറുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കോളിഫ്ലവർ ആവശ്യമുണ്ട്. അപ്പോൾ ഇതേ കോളിഫ്ലവറും ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുള്ള കോളിഫ്ലവറാണ്. പിന്നെ ഒരു അരമുറി തേങ്ങ, ഇതിൻ്റെ തേങ്ങാപ്പാൽ എടുക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ തേങ്ങാപ്പാലും കൂടി 1/4 പാൽ തന്നെ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേറെ സാധാ സൺഫ്ലവർ ഓയിൽ ആണെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് നേരിട്ട് ഈ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കോളിഫ്ലവർ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ എണ്ണയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നല്ലോണം വെലിഞ്ഞ് കുറച്ചൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇത് ഒരുപാട് നമ്മൾ വേവിച്ചെടുക്കുന്നില്ല കേട്ടോ. ഈ സമയത്ത് തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കാരണം ഇനി നമ്മൾ സവാളയൊക്കെ ഇതിൽ തന്നെയാണ് ചേർത്ത് കൊടുക്കുക. കുറച്ചൊരു നുള്ളു ഗരം മസാലയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് എണ്ണയിലിട്ടിട്ട് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കും. അപ്പം നമ്മൾ നേരത്തെ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്ന സവാള, നിങ്ങൾക്ക് ഇനി ഒരുപാട് മസാല വേണമെന്നുണ്ടെങ്കിൽ സവാളിൻ്റെ ക്വാണ്ടിറ്റിയിൽ മാറ്റം വരുത്താം കേട്ടോ. ഈ സവാള ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇത് സവാളയും ഇതിൻ്റെ ഒപ്പം കിടന്ന് വേവണം. പിന്നെ കുറച്ച് പച്ചമുളക് നമ്മൾ നേരത്തെ നുറുക്കി വെച്ചിട്ടില്ല. അപ്പം നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിന് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 2 പച്ചമുളകാണ് ചെറുതായിട്ട് മുറിച്ചിട്ടുള്ളത്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പിട്ടിട്ടാണ് ഇപ്പോൾ വഴറ്റുന്നത്. ഒക്കെ ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ഉപ്പിടുന്നുണ്ട്. അപ്പം അത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതൊന്ന് ഞാൻ അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കുക്കാക്കി എടുക്കുകയാണ് കേട്ടോ. സവാളൊക്കെ നല്ലോണം ഒന്ന് വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമ്മൾ തുറന്ന് നോക്കുക. അപ്പോൾ ഏകദേശം സവാളൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളി നല്ലോണം വേവണം, എന്നാലേ അതിൻ്റെ ആ ഒരു പച്ചമണമൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ തക്കാളിയും ഇതിൽ കിടന്നിട്ട് നല്ലോണം വേവട്ടെ. അപ്പം ഒന്ന് നല്ലോണം ഊരിയൊക്കെ വരണം അതിൻ്റെ എണ്ണ. അതുവരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. നിങ്ങൾ നോക്കുക, തക്കാളി വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നല്ലോണം ഒന്ന് വേവിക്കണം. ഇനി നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് കുറച്ചും കൂടി വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കുകയാണ്. ഇപ്പോൾ എല്ലാതും ഏകദേശം ഒന്ന് നല്ലോണം തന്നെ കുക്കായിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗരം മസാലയും ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ മുളക് പൊടി ഒരു 2 സ്പൂണ്, ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. നിങ്ങൾ എരിവിനനുസരിച്ച് അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കൂടി പോവാതിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഈ പൊടിൻ്റെ ഒക്കെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി ഗ്രേവിയിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ആ തേങ്ങാപ്പാലിൻ്റെ ഗ്ലാസ്സിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ചൊന്ന് തിക്കായിട്ടുണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എന്നാലും ഇത് വറ്റി വരും. അവസാനം ഇറക്കാൻ നേരത്ത് കുറച്ച് ഗരം മസാലയും കൂടെ ഇതിലേക്ക് മേലെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളി ആഡ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇനി ഇതിലേക്ക് ടേസ്റ്റിന് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ഇടാം കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. എൻ്റെ അടുത്ത് ഇപ്പോൾ അതില്ലായിരുന്നു. ഗോബി മസാല റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഒരുപാട് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം കേട്ടോ. അപ്പം എന്തായാലും എത്ര വെള്ളം ഒഴിച്ചാലും കുറച്ചൊന്ന് തിക്കായി വരും. അപ്പോൾ അതേ ഞാൻ ഉണ്ടാക്കിയത് റെഡി ആയിട്ടുണ്ട്. എന്നാലും കുറച്ചൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ഇത്. അപ്പം എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.